നമസ്കാരം, ടൈം മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ സ്വർണം വല്ലതും വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു വിവാഹ ആവശ്യത്തിനായിട്ടോ വല്ലതും സ്വർണം എടുത്തു വെച്ചിട്ടുണ്ടോ? എങ്കിൽ ഒരു നിമിഷം ശ്രദ്ധിക്കണം. കാരണം സ്വർണ്ണവിലയുടെ കാര്യത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു കുതിച്ചുചാട്ടത്തിനാണ് നമ്മളിനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് ശരിയാണെങ്കിൽ സ്വർണ്ണവില ഒരു പവന് 1 ലക്ഷം രൂപ കടന്നുപോയാലും ഒട്ടും അതിശയിക്കാനില്ലെന്നാണ്. അതെ, അത് നിങ്ങൾ കേട്ടത് വളരെ ശരിയാണ്. ഒരു പവന് 1 ലക്ഷം. ഈ വർഷം തന്നെ വില 90,000 കടന്നത് നമ്മളെ ഞെട്ടിച്ചെങ്കിൽ ഇത് അതിൻ്റെ ഒരു തുടക്കം മാത്രമാണെന്നാണ് വിദഗ്ധർ നൽകുന്ന സൂചനകൾ. അപ്പോൾ എന്തുകൊണ്ടാണ് സ്വർണ്ണവില ഇങ്ങനെ റോക്കറ്റ് പോലെ കുതിക്കാൻ തയ്യാറെടുക്കുന്നത്? നമുക്കതേക്കുറിച്ചൊന്ന് പരിശോധിക്കാം. ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണമാണ് ആദ്യം നമ്മൾ അറിയേണ്ടത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് ബാങ്ക് എടുത്ത ഒരു തീരുമാനമാണ് ലോകമെമ്പാടുമുള്ള സ്വർണ്ണ വിപണിയെ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചു കുലുക്കുന്നത്. അവർ അവരുടെ പലിശ നിരക്ക് കുറച്ചതാണ് ഈ കാണുന്ന കളികൾക്കെല്ലാം പിന്നിലെ യഥാർത്ഥ കാരണം. പക്ഷേ എന്തിനായിരുന്നു അവരങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നോ? ആ കഥയ്ക്ക് പിന്നിൽ ഒരാളുണ്ട്. നിൽക്കുന്ന പുള്ളിയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചില നിർണായകമായ ഇടപെടലുകളുണ്ട് ഈ വിലക്കയറ്റത്തിന് പിന്നിൽ. ഈ കഥയുടെ തുടക്കം ഡൊണാൾഡ് ട്രംപിന്റെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന മുദ്രാവാക്യത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കാനായി അദ്ദേഹം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മുകളിൽ വലിയ താരിഫ്, അതായത് വലിയ നികുതി ചുമത്തി. പക്ഷേ ഈ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറഞ്ഞ കണക്ക് സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു. അമേരിക്കയിൽ സാധനങ്ങളുടെ വിലയെല്ലാം കുതിച്ചുയർന്നു. പണപ്പെരുപ്പം അപകടകരമായ ലെവലിലേക്ക് എത്തിച്ചേർന്നു. സാധാരണഗതിയിൽ 2% ഒക്കെയാണ് പോകുന്നതെങ്കിൽ ഇത് ഏകദേശം 3 വരെയായി ഉയർന്നു. പോരാത്തതിന് തൊഴിലില്ലായ്മയും വല്ലാതെ രൂക്ഷമായി. ഈ പ്രതിസന്ധി മറികടക്കാൻ പലിശ നിരക്ക് കുറയ്ക്കണമെന്ന് ട്രംപ് ഭരണകൂടം അമേരിക്കൻ കേന്ദ്ര ബാങ്കിനോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ ബാങ്കിന് അപകടം മണത്തപ്പോൾ അവരെന്ത് ചെയ്തു? അതിന് തയ്യാറായില്ല. ഈ തർക്കം അവസാനം ചെന്നെത്തിയത് അന്നത്തെ ഫെഡറൽ റിസർവ് ഗവർണറെ ആ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതുവരെയാണ്. അതിനുശേഷമാണ് അവർ പലിശ നിരക്ക് 0.5% കുറയ്ക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അമേരിക്കയിൽ പലിശ നിരക്ക് കുറച്ചാൽ ഇവിടെ കേരളത്തിലിരിക്കുന്ന നമുക്ക് എന്തോ കാര്യമൊന്നല്ലേ? സിമ്പിളായി പറയാം. അമേരിക്കയിൽ പലിശ കുറയുമ്പോൾ ഡോളറിൽ പണം നിക്ഷേപിച്ചാൽ കിട്ടുന്ന ലാഭം സ്വാഭാവികമായും കുറയുമല്ലോ. അപ്പോൾ ലോകമെമ്പാടുമുള്ള വലിയ നിക്ഷേപകർ എന്ത് ചെയ്യും? അവർ ഡോളറിലുള്ള പണം പിൻവലിച്ച് കൂടുതൽ സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് നിക്ഷേപിക്കാൻ നോക്കും. അങ്ങനെ നോക്കുമ്പോൾ കണ്ടെത്തിയ ഒന്നാണ് സ്വർണം. അങ്ങനെ എല്ലാവരും സ്വർണം ഒരുമിച്ച് വാങ്ങാൻ തുടങ്ങിയാൽ എന്താണ് സംഭവിക്കുക? ഇക്കണോമിക്സ് പഠിച്ചവർ പറയും, ഡിമാൻഡ് കൂടുമ്പോൾ വിലയും കൂടും. ഈ മാറ്റമാണ് നമ്മുടെ നാട്ടിലെ ജ്വല്ലറികളിലും പ്രതിഫലിക്കുന്നത്. അല്ലാതെ നമ്മുടെ നാട്ടിലെ സ്വർണ്ണക്കടക്കാരെല്ലാം കൂടി കൂട്ടായിട്ട് ചേർന്ന് ഒരു തീരുമാനമെടുത്ത് വില കൂട്ടിയതാണെന്നൊന്നും ആരും വിചാരിച്ചേക്കരുത്. ഇതാണ് സംഭവം. ഇനിയാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത്. പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വിശ്വസിക്കാമെങ്കിൽ ഈ വർഷം തന്നെ ഇനിയും 2 തവണ കൂടി അമേരിക്ക പലിശ നിരക്ക് കുറച്ചേക്കാം. അപ്പൊ നമ്മൾ ചിലർ പറയും, അതിന് നമുക്കെന്താ, അമേരിക്ക പലിശ നിരക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യട്ടെന്നേ. അങ്ങനെ സംഭവിച്ചാൽ സ്വർണ്ണവില നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ 1 ലക്ഷത്തിലേക്ക് വളരെ വേഗത്തിൽ കുതിച്ചുയരും. എന്നാൽ കഥയ്ക്ക് ഒരു ചെറിയ ട്വിസ്റ്റ് കൂടിയുണ്ട്. ഡോളർ ദുർബലമാകുമ്പോൾ ഇന്ത്യൻ രൂപയ്ക്ക് ഒരുപക്ഷെ കരുത്താർജിക്കാൻ കഴിഞ്ഞേക്കും. അങ്ങനെ വന്നാൽ ഇറക്കുമതി ചിലവ് കുറയുന്നത് സ്വർണ്ണവിലയെ ചെറുതായെങ്കിലും ഒന്ന് നിയന്ത്രിച്ചേക്കാമെന്ന് പറയാം. എങ്കിലും പൊതുവായ ട്രെൻഡ് ഈ വില മുകളിലേക്ക് പോകാൻ തന്നെയാണ്. അപ്പൊ സ്വർണം വാങ്ങാൻ പോകുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി, എവിടെ നിന്ന് വാങ്ങിയാലും BIS ഹാൾമാർക്കുള്ള സ്വർണം മാത്രം വാങ്ങുക. ഇത് നിങ്ങളുടെ സ്വർണത്തിന്റെ പരിശുദ്ധിയുടെ ഉറപ്പാണ്. അതുകൊണ്ട് അത് ഉറപ്പിച്ച് വാങ്ങുക. രണ്ടാമതായി, മേക്കിംഗ് ചാർജ്, അതായത് പണിക്കൂലി. നിങ്ങൾ ഒരു സ്വർണം വാങ്ങൽ നിക്ഷേപമായിട്ടാണ് കാണുന്നതെങ്കിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുള്ള ലളിതമായ ഡിസൈനുകൾ തിരഞ്ഞെടുത്താൽ പണിക്കൂലിയിൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടാതിരിക്കും. ഓർക്കുക, പണിക്കൂലി നമുക്ക് നമ്മുടെ സ്വർണം വിൽക്കുമ്പോൾ തിരികെ കിട്ടത്തില്ല. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. മൂന്നാമതായി, ഗോൾഡ് കോയിൻ അല്ലെങ്കിൽ ബിസ്ക്കറ്റ്. അതായത് ഈ കല്യാണാവശ്യത്തിന് ഇട്ടുകൊണ്ട് നടക്കാനല്ല എന്നാണ്, വെറും നിക്ഷേപം മാത്രമാണ് ലക്ഷ്യമെങ്കിൽ ഏറ്റവും മികച്ച ഓപ്ഷൻ സ്വർണ്ണ നാണയങ്ങളോ ബിസ്ക്കറ്റുകളോ വാങ്ങുന്നതാണ്. അവിടുത്തെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ ഇതിന് പണിക്കൂലി വളരെ കുറവായിരിക്കും. ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയിൽ ഇത് കയ്യിൽ വെക്കുന്നത് തന്നെയാണ് ഏറ്റവും സുരക്ഷിതം. അപ്പോൾ ഇതാണ് സ്വർണ്ണവിലയുടെ കാര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ. അമേരിക്കയിലെ രാഷ്ട്രീയവും സാമ്പത്തിക തീരുമാനങ്ങളും നമ്മുടെ അടുക്കള ബഡ്ജറ്റിനെ വരെ എങ്ങനെ ബാധിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പറഞ്ഞത്. ഇനി നിങ്ങൾ സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വിവരങ്ങൾ അറിഞ്ഞ് ബുദ്ധിപൂർവ്വം ഒരു തീരുമാനമെടുക്കുക. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. സ്വർണ്ണവിലയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? വില ഇനിയും കൂടുമെന്നാണോ അതോ കുറയുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ വിലപ്പെട്ട വിവരം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ടൈം മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി അടുത്ത ദിവസം വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.